സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്ന് പത്തനംതിട്ട കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടു. അടൂർ നഗരസഭ മുൻ ചെയർമാൻ കൂടിയായ ബാബു ദിവാകരനാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. അടൂർ സംവരണ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് രാജിക്ക് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഗോകുൽ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറികളും ഗ്രൂപ്പ് യുദ്ധങ്ങളും ശക്തമാകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് തുടക്കം കുറിച്ചൊരു ജില്ലയാണ് പത്തനംതിട്ട. കാരണം ആറന്മുളയിൽ അബിൻ വർക്കിയെ കൊണ്ടുവരുന്നതിനെയൊക്കെ തുടർന്ന് അവിടെ പോസ്റ്റർ യുദ്ധം നേരത്തെ തന്നെ പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. ഇപ്പോഴത് അടൂരിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗൗതം, അടൂരിലും ഇത്തരത്തിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. അതിലൂടെയാണ് ഈ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അടൂരിൽ സീറ്റിനെ ചൊല്ലി വലിയ തർക്കം രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. നേരത്തെ രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ അടൂരിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ അബിനെ കൊണ്ടുവരുന്നത് പോലെ രമ്യയെയും കൊണ്ടുവരികയാണെങ്കിൽ അത് ജില്ലയ്ക്ക് പുറത്തു നിന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ എത്തുന്നത് ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് ഉള്ള തീരുമാനത്തിന് പ്രകാരം അത് വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. തുടർന്ന് ഈ പറഞ്ഞ DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരന്റെ അടക്കം പേരുകൾ പരിഗണനയുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം കോന്നിയിൽ നിന്നുള്ള നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് CV ശാന്തകുമാരനെ അടൂരിൽ മത്സരിപ്പിക്കുവാനായിട്ട് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. ഇതിനെ തുടർന്നാണ് ബാബു ദിവാകരൻ പാർട്ടി വിടാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായത്. നിലവിൽ അടൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ എന്നുള്ള പദവി അടക്കം ഇദ്ദേഹം വഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടാണ്. അടൂരിൽ പാർട്ടിയെ വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ നഗരസഭാ ഭരണത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതിലും ഒക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ബാബു ദിവാകരൻ തന്നെ പാർട്ടി വിടുന്നത് കടുത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ അടൂരിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റ് എല്ലാ ചുമതലകളും രാജിവെക്കുന്നതായിട്ട് ബാബു ദിവാകരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാബു ദിവാകരൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക പ്രതികരണം നൽകാൻ തയ്യാറാണെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടൂരിൽ ആറന്മുളയ്ക്ക് പിന്നാലെ അടൂരിലും കോൺഗ്രസിനുള്ളിൽ വിഭാഗീയ പോര് രൂക്ഷമായിരിക്കുകയാണ്. എന്തായാലും ഈ ബാബു ദിവാകരനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം അടൂരിൽ ഇപ്പോൾ തന്നെയുണ്ട്. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് ഇപ്പോൾ തന്നെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സീറ്റ് അല്ലെങ്കിൽ നിയമസഭ ഈ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ കോൺഗ്രസ് വലിയ വെല്ലുവിളികൾ നേരിടുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും വിഭാഗീയ പോരും നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും CV ശാന്തകുമാരനെയാണ് അടൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ ഭിന്നതകൾ രൂക്ഷമായിരിക്കുന്നത്. ഓക്കെ ഗൂഗിൾ, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം പത്തനംതിട്ട കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി സൃഷ്ടിക്കുകയാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടിരിക്കുന്നു. അടൂർ നഗരസഭ മുൻ ചെയർമാൻ കൂടിയായ ബാബു ദിവാകരനാണ് സംവരണ സീറ്റായ അടൂരിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേർന്നത്.